ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. പരാതിയൊക്കെ അവിടെ നിൽക്കട്ടെ. വിഷ്ണുവിനെ എനിക്ക് എപ്പോ കാണാൻ പറ്റും? അത് ഞങ്ങളിപ്പോ സാറേ ഒന്ന് ഹോസ്പിറ്റൽ വരെ പോവായിരുന്നേ. മാഡം കൂടെ ഉണ്ടല്ലോ. ആ ഉണ്ട്. ഒന്ന് മാഡത്തിന്റെ ഫോൺ കൊടുത്തേ. പുള്ളിക്കെന്തോ പറയാണ്ടെന്ന്. മറ്റെന്തൊക്കെയോ ആ മുഖത്ത് മിന്നി മറയുന്നുണ്ടല്ലോ. അങ്ങനെ പെട്ടെന്ന് മാഞ്ഞു പോകുന്ന കൂട്ടുകാരിയല്ല. പിന്നെ ആഴത്തിൽ ആഴ്ന്നിറങ്ങിയതായിരുന്നോ? അങ്ങനെ ചോദിച്ചാ എനിക്ക് മറുപടി ഒന്നുമില്ല. തന്നോടല്ലാതെ എനിക്കൊരു പെണ്ണിനോട് ഇഷ്ടം തോന്നിയിട്ടുണ്ടെങ്കിൽ അത് ഈ രശ്മിയോടായിരുന്നു. ഓ, ചിലപ്പോ കുട്ടിക്കാലത്ത് ഒരു കുറുമ്പായിരിക്കാം. എന്തായാലും ഇഷ്ടമായിരുന്നു രണ്ടുപേർക്കും. ഇതിപ്പോ ഈ സമയത്ത് ആ വിഷ്ണു, ഞാൻ രേഷ്മയാ. രേഷ്മ രേഷ്മ ഞാനിപ്പോ നിന്റെ കാര്യം ശാലിനോട് പറയായിരുന്നു. ആ, നീ വെറുതെ പഴയ കഥകളൊക്കെ പറഞ്ഞ് അതിനെ കഷ്ടത്തിലാക്കല്ലേ. പെണ്ണിന്റെ മനസ്സാ, എപ്പോഴാ പൊട്ടിത്തെറിക്കാന്ന് പറയാൻ പറ്റില്ല. ഏയ് അങ്ങനൊന്നുമില്ല. ദേ ഇനിയിപ്പോ ഇവിടെ എന്തൊക്കെ പറഞ്ഞാലും ഇവിടെ ഒന്നും യേശുല്ല. അത് എന്റെ ശാലിനിക്ക് എന്നോടുള്ള വിശ്വാസ. ആ പിന്നെ നീ എന്തായാലും വിളിച്ചെന്നായി, നിന്റെ നമ്പർ കിട്ടിയല്ലോ. എന്നാ ശരി ശരി, ഓക്കെ ഓക്കെ, ഞാൻ വിളിക്കാം. ശരി. രേഷ്മേ, നമ്പർ കറക്റ്റ് ആണോ പറയാൻ വിളിച്ചത്. നമ്മളിപ്പോ സ്റ്റേഷനിൽ കയറിയിട്ട് റൈറ്ററിനോട് ജീപ്പ് മോഷണം പോയ കാര്യം പറയുന്നു. എന്നിട്ട് നമ്മൾ ഹോസ്പിറ്റലിൽ പോകുന്നു. എന്നിട്ട് അവിടുന്ന് താൻ തന്നെ കളക്ടറേറ്റിക്കും ഞാൻ എന്റെ വീട്ടിലേക്കും പോണു. അതുപോലെ പ്രശ്നം തീർന്നല്ലോ. വാ എന്നാ വാ. മാഡം, എസ് ഐ പുറത്തു പോയിരിക്കുക. മാഡത്തിന് ചായയോ മറ്റോ? ഒന്നും വേണ്ട. ഇന്നലെ രാത്രിയാ വീട്ടിന് മുന്നിലിട്ടിരുന്ന ജീപ്പ് കാണാതായത്. ഞങ്ങള് ഹോസ്പിറ്റലിലേക്ക് പോകുന്ന വഴിയാ. രാവിലെ ആയത് അറിഞ്ഞത്. അതുകൊണ്ടാ റിപ്പോർട്ട് ചെയ്തിട്ട് പോവാന്ന് വിചാരിച്ചത്. അതെന്തായാലും നന്നായി മാഡം. കൊണ്ടുപോയിരിക്കുന്നവർ എന്തായാലും നല്ല ഉദ്ദേശത്തോടായിരിക്കത്തില്ല കൊണ്ടുപോയത്. അവന്മാരെന്തെങ്കിലും കുഴപ്പങ്ങൾ ഒപ്പിച്ച ജീപ്പിന്റെ ഓണർഷിപ്പ് വെച്ച് അതെല്ലാം ഉടമയുടെ പെടലിക്കാവും. ഇതാവുമ്പോ പോലീസിന്റെ കയ്യില് കൃത്യമായ വിവരങ്ങൾ ഉണ്ടാവുമല്ലോ. ഇന്നലെ രാത്രിയിൽ വിഷ്ണുവേട്ടൻ വണ്ടി എടുത്തോണ്ട് പോയിട്ട് ഇന്ന് രാവിലെ വണ്ടി മോഷണം പോയെന്ന് പരാതി പറയുന്നു. എന്താ വിഷ്ണുവേട്ടൻ ഉദ്ദേശിക്കുന്നത്? എന്തൊക്കെയോ വിഷ്ണുവേട്ടൻ മറയ്ക്കുകയും മുളിക്കുകയും ചെയ്യുന്നുണ്ട്. എന്തായിരിക്കും അത്? അപ്പൊ നിങ്ങൾ രാവിലെ എഴുന്നേറ്റ് നോക്കുമ്പോ നിങ്ങളുടെ മുറ്റത്ത് വണ്ടിയില്ല. അതെ. അടുത്തുള്ള ആരെങ്കിലും സംശയമുണ്ടോ? അല്ല, ഒരു ചെറിയ പണി തരാൻ വേണ്ടിട്ടേ മനഃപൂർവ്വം ചെയ്യാൻ സാധ്യതയുള്ള ആരെങ്കിലും? അങ്ങനെ ആരുമില്ല. ഇത് ഏതോ കള്ളമരൊപ്പിച്ച പണിയാ. സാറെ, കാലമില്ലാത്ത കാലല്ലേ. ഇനിയിപ്പോ വല്ല കള്ളക്കടത്തുകാരെ കയ്യിലെ വണ്ടിന്ന് വെച്ചാ എന്റെ ജീവൻ തന്നെ കട്ടപ്പോക്കെയാവും. എന്തായാലും ഞങ്ങൾ അന്വേഷിക്കാം. ഓ ആയിക്കോട്ടെ, എന്തായാലും വിവരം കിട്ടിയോന്ന് അറിയിച്ചേക്ക്. ഓക്കെ. പോവാം. എന്താ ഇപ്പൊ അവര് പറയുന്നത്? അത് പതിവല്ലോ, എന്നെ അന്വേഷിക്കാന്ന് പറഞ്ഞു. അന്വേഷിക്കട്ടെ, നമുക്ക് കാത്തിരിക്കാം.
ഇത്ര കൃത്യമായിട്ട് വിഷ്ണുവേട്ടൻ എങ്ങനെ അറിഞ്ഞു? അത് ഊഹം, നമുക്കതിനെ ഊഹിക്കാലോ. എന്നാലും ആരായിരിക്കും നമ്മുടെ ജീപ്പ് എടുത്തിട്ടുണ്ടാവുക? ഏതെങ്കിലും കള്ളന്മാരെ മറ്റോ എടുത്തിട്ടുണ്ടാവും. ആരെങ്കിലും രക്ഷപ്പെടാൻ വേണ്ടി എടുത്തായിരിക്കും. ഏതെങ്കിലും പാടത്തോ റോഡ് വക്കിലോ കൊണ്ടിട്ടിട്ടുണ്ടാവും. ഡബിൾ അതിങ്ങാടോ എന്നാ ദാ ദാ രാഘവേട്ട ചായ. ആ കൊള്ളാം. നിനക്ക് വേണോടാ? വേണ്ട സത്യമേ. എനിക്ക് വേണം സത്യാമ്മേ. കളക്ടർ മാഡം ഇല്ലേ? പോയല്ലോ. അപ്പോ വിഷ്ണുവോ? അവര് രണ്ടുപേരും കൂടിയാ പോയത്. എന്താ സാർ കാര്യം? ആ വിഷ്ണുവിന്റെ നമ്പർ ഒന്ന് ഇതിലടിച്ചേ. ഹലോ, ആ വിഷ്ണു, ഞാൻ എസ് ഐ ഷിബു ആണ്. എനിക്ക് വിഷ്ണുവിന് അത്യാവശ്യമൊന്ന് കാണണമല്ലോ. ആ സാറേ, എന്റെ ജീപ്പേ ഇന്നലെ രാത്രി എന്റെ വീട്ടിൽ നിന്ന് മോഷണം പോയി. അപ്പൊ ഞാനിപ്പോ സ്റ്റേഷനിൽ നിന്ന് പരാതി കൊടുത്തിട്ട് ഞാനിപ്പോ അവിടെ നിന്ന് ഇറങ്ങിയുള്ളൂ. പരാതിയൊക്കെ അവിടെ നിൽക്കട്ടെ, വിഷ്ണുവിനെ എനിക്ക് എപ്പോ കാണാൻ പറ്റും? അത് ഞങ്ങളിപ്പോ സാറേ ഒന്ന് ഹോസ്പിറ്റൽ വരെ പോവായിരുന്നേ. മാഡം കൂടെ ഉണ്ടല്ലോ. ആ ഉണ്ട്. ഒന്ന് മാഡത്തിന്റെ ഫോൺ കൊടുത്തേ. പുള്ളിക്കെന്തോ പറയണ്ടെന്ന്.